ഈ കർണാടകത്തെ തൊട്ടാൽ ഇവിടെ പലർക്കും പൊള്ളും. യഥാർത്ഥത്തിൽ ബ്രൂവറി പ്രശ്നം എന്ന് പറഞ്ഞാൽ അതല്ലേ. നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള കുറെ മലയാളി ഇന്ന് കോൺഗ്രസിന്റെ വലിയ നേതാക്കന്മാരാണ്. ദീർഘകാലമായി കർണാടകത്തിൽ മുൻ മന്ത്രിമാരാണ്. അവരുടെ എല്ലാം ജോലി എന്താണ്? സ്പിരിറ്റിന്റെ വലിയ ഡിസ്റ്റിലറിയുടെ ഉടമകളല്ലേ. ഒരു കാലത്ത് KPCC ആഫീസിൽ പോലും ചായ വാങ്ങണമെങ്കിൽ അവരുടെ കാശ് വേണ്ടായിരുന്നോ? കർണാടകത്തിലെ കോൺഗ്രസിന്റെ കരുത്ത് കേരളത്തിലെ കോൺഗ്രസിന് പ്രവർത്തിക്കാൻ കഴിയുന്നത് ഈ ഡിസ്റ്റിലറി ഉടമകളുടെ പണമല്ലേ. അതിന്റെ ഒഴുക്ക് കുറയും. യഥാർത്ഥ കാരണം അതല്ലേ. യഥാർത്ഥ കാരണം എന്താണ്? സതീശനും കോട്ടയത്തുകാരൻ ഒരു T. ജോൺ ഉണ്ട്. എന്നെ കൊണ്ട് പറയപ്പെടോ എല്ലാവരുടെയും പേര്, മലയാളിയായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ പേര്. ആ T. ജോൺ അടക്കമുള്ള ആൾക്കാർ അല്ല, അദ്ദേഹം മരിച്ചുപോയി. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഡിസ്റ്റിലറിയും മക്കളും എല്ലാം ഉണ്ടല്ലോ. എന്റെ വിഷ്ണു ഓരോരുത്തരുടെ പേര് പറയിപ്പിക്കണ്ട. ഈ കേരള രാഷ്ട്രീയത്തെ ഒരു കാലത്ത് നിയന്ത്രിച്ചത് നിങ്ങളെല്ലാം മരിച്ചുപോയല്ലോ. ആ കാലത്ത് ഇവിടെ കേരളത്തിൽ ക്യാമ്പ് ചെയ്ത സ്പിരിറ്റ് നേതാക്കന്മാരുടെ രാജാക്കന്മാരുടെ പേരൊക്കെ പറയണോ? അതുകൊണ്ട് ആ ചരിത്രം ഒന്നും പറയിപ്പിക്കണ്ട. അവർക്കിപ്പോ നഷ്ടം വരും. അതുകൊണ്ട് ഇവിടെ ഇത് വേണ്ട, കേരളത്തിൽ ഇത് വേണ്ട. കാരണം ആ ലോബിയുടെ ലാഭം കുറയും, ഇവിടുത്തെ വരവ് കുറയും, കാശ് കുറയും. അതല്ലേ നിങ്ങളുടെ ലക്ഷ്യം? നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? ഈ കേരളത്തിൽ ഇല്ലാത്ത പ്രകടനം നടത്തുകയല്ലേ. ഞങ്ങൾ എന്താ പറഞ്ഞത്? ഞങ്ങളുടെ പ്രകടന പത്രത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങള് മദ്യവർജനത്തെ കുറിച്ചാണ്. അതിനുവേണ്ടി നല്ല അവബോധം തന്നെ വളർത്താനുള്ള പ്രവർത്തനം എടുക്കുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം പറയാം, 2023-24 ഞങ്ങളുടെ നയവുമായി ബന്ധപ്പെട്ട അതിന്റെ 24-ാം ഖണ്ഡിക അതൊന്ന് വായിച്ചു നോക്കൂ. എന്താ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്? എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കും, അതിനുള്ള പ്രോത്സാഹനം നൽകും. ഞങ്ങൾ അതാണ് ചെയ്യുന്നത്. അതിനകത്ത് തർക്കമൊന്നും ഞങ്ങളത് മറച്ചു വെച്ചിട്ടില്ലല്ലോ. നിങ്ങളുടെ സ്പിരിറ്റ് വേണ്ടത്, നിങ്ങളുടെ കർണാടക സ്പിരിറ്റിന് വേണ്ട. ഇവിടെ അങ്ങനെ കൊള്ളയടിക്കണ്ട. ഇവിടെ 10,500 പേർക്ക് ജോലി കൊടുത്ത് ഇവിടെ ലാഭമുണ്ടാക്കാൻ കഴിയുന്ന ബ്രുവറി തുടങ്ങാൻ ഈ ഗവൺമെന്റിന് അറിയാം. അതുകൊണ്ട് പഴയ കാശ് ഇനിയിപ്പോ പഴയതുപോലെ അവിടുന്ന് വരില്ല.